സൗദിയിൽ കെട്ടിടത്തിന്റെ 3-ാം നിലയിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേറ്റ കരുനാഗപ്പള്ളി സ്വദേശി സുഭാഷ് ഗോപാലൻ ജന്മനാട്ടിലേക്ക് മടങ്ങി. സൗദി ആരോഗ്യ മന്ത്രാലയം, ഇന്ത്യൻ എംബസി, മൈത്രി കരുനാഗപ്പള്ളി കൂട്ടായ്മ എന്നിവരുടെ സംയുക്ത ഇടപെടലുകളുടെ ഫലമായാണ് സുഭാഷ് നാട്ടിലേക്ക് യാത്ര തിരിച്ചത്. ഒരിക്കൽ മരിച്ചതായി പോലും തെറ്റിദ്ധരിക്കപ്പെട്ട സുഭാഷിന്റെ മടങ്ങിവരവ് പ്രവാസലോകത്ത് വലിയ ആശ്വാസവും സന്തോഷവും പകർന്നു. അപകടത്തിന് പിന്നാലെ റിയാദ് ഷുമൈസിയിലെ കിങ് സൗദ് മെഡിക്കൽ സിറ്റിയിൽ പ്രവേശിക്കപ്പെട്ട സുഭാഷിന് സങ്കീർണമായ തലച്ചോർ ശസ്ത്രക്രിയ നടത്തേണ്ടി വന്നു. ചികിത്സയുടെ ഭാഗമായി തലയോട്ടിയുടെ ഒരു ഭാഗം നീക്കം ചെയ്യുകയും തുടർന്ന് റുവൈസ്, അൽകുവയ്യ ആശുപത്രികളിൽ തുടർചികിത്സ നൽകുകയും ചെയ്തു. നാട്ടിലെത്തിയ ശേഷം വീണ്ടും ശസ്ത്രക്രിയ നടത്തേണ്ടതിനാൽ നീക്കം ചെയ്ത തലയോട്ടിയുടെ ഭാഗം അതീവ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് നാട്ടിലേക്ക് കൊണ്ടുപോയത്. സുഭാഷിനൊപ്പം ഉറ്റ സുഹൃത്തായ രാജുവും യാത്ര ചെയ്തു. 4,50,000 റിയൽ, അതായത് 1 കോടിയിലധികം രൂപ ആശുപത്രി ബിൽ വന്നെങ്കിലും സൗദി ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഇടപെടലിലൂടെ ഭൂരിഭാഗം തുകയും ഒഴിവാക്കി ലഭിച്ചു. വിമാന ടിക്കറ്റ് ചിലവിനായി ഇന്ത്യൻ എംബസിയും മൈത്രി കരുനാഗപ്പള്ളി കൂട്ടായ്മയും സാമ്പത്തിക സഹായം നൽകി. എക്സിറ്റ് നടപടികൾ ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങളും മൈത്രി പ്രവർത്തകർ ഏറ്റെടുത്തു. മൈത്രി രക്ഷാധികാരി ഷിഹാബ് കുട്ടുകാടിന്റെ നേതൃത്വത്തിൽ നടന്ന നിരന്തര ഇടപെടലുകളാണ് ചികിത്സാ നടപടികളും നിയമ നടപടികളും വേഗത്തിലാക്കാൻ സഹായകമായത്. മൈത്രി പ്രവർത്തകരോടൊപ്പം കിങ് സൗദ് മെഡിക്കൽ സിറ്റിയിലെ മലയാളി ആരോഗ്യ പ്രവർത്തകരും സഹായത്തിനായി രംഗത്തുണ്ടായിരുന്നു. ഇദ്ദേഹം മരിച്ചു എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. നാട്ടിൽ നിന്ന് പവർ ഓഫ് അറ്റോർണി വരെ വന്നതാണ് ഇന്ത്യൻ എംബസിയിൽ. എന്റെ പേരിലാണ് ആ പവർ ഓഫ് അറ്റോർണി അന്ന് വന്നത്. ആരോ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു പറഞ്ഞാൽ മരിച്ചു പോയെന്ന്. അപ്പൊ അത്ര സീരിയസ് ആയ ഒരു പേഷ്യന്റാണ് ഇന്ന് വീൽ ചെയറിൽ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടും നമ്മളെല്ലാം സപ്പോർട്ട് കൊണ്ടും അദ്ദേഹം നാട്ടിലേക്ക് പോകുന്നത്. ഇതിന് സഹകരിച്ച സൗദി മിനിസ്ട്രി ഓഫ് ഹെൽത്തും എംബസി ഓഫ് ഇന്ത്യയും ഇവിടെ ഞങ്ങൾ മൈത്രി കൂട്ടായ്മയും കൂടെ എല്ലാവരും ചേർന്നുള്ള ഒരു കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് അദ്ദേഹം നാട്ടിലേക്ക് യാത്ര തിരിച്ചത്. ഇതിനിടെ സുഭാഷ് മരണപ്പെട്ടുവെന്ന തെറ്റായ വാർത്തകൾ പോലും പ്രചരിച്ചിരുന്നു. മൃതദേഹം നാട്ടിലെത്തിക്കുന്ന നടപടികൾ ആരംഭിച്ച ശേഷമാണ് മരിച്ചത് മറ്റൊരു സുഭാഷ് ആണെന്ന് തിരിച്ചറിഞ്ഞത്. തുടർന്ന് ചികിത്സയിലൂടെ അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചുവരികയായിരുന്നു. സൗദി ആരോഗ്യ മന്ത്രാലയം, ഇന്ത്യൻ എംബസി, അൽകുവയ്യ, ഉറുവൈസ് ആശുപത്രിയിലെ ജീവനക്കാർ, റിയാദിലെ എയർ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥർ എന്നിവരുടെ സേവനങ്ങളെ മൈത്രി ഭാരവാഹികൾ പ്രത്യേകം സ്മരിച്ചു. 8 മാസത്തെ നീണ്ട പരിശ്രമത്തിനൊടുവിൽ സുഭാഷ് വിമാനം കയറുമ്പോൾ ഒരു പ്രവാസിയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന സന്തോഷത്തിലായിരുന്നു മൈത്രി പ്രവർത്തകർ. ഷംനാഥ്, കരുനാഗപ്പള്ളി, ജീവൻ ന്യൂസ്, റിയാദ്.